ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഇന്നലെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയത്. ഏകദേശം 300 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നത്. 9323 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 9324 വരെ മാർക്കറ്റ് പോയി 9266 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്നലെ നോക്കുകയാണെങ്കിൽ FMCG, ഫാർമ ഈ ഒരു രണ്ട് സെക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറും ഓട്ടോ സെക്ടറും ഈ രണ്ട് സെക്ടറുകളിലെ സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ ഗെയിൻ നേടിയത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു ഉണർവിൽ ഓപ്പൺ ആകാനുള്ള കാരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും RBI ഗവർണർ ശക്തികണ്ഠദാസിൻ്റെ പ്രസ് മീറ്റ് രാവിലെ 10 മണിക്കുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസ് മീറ്റിൽ പുതിയ RBIയുടെ വക ഒരു പുതിയ പോളിസികൾ ഉണ്ടാവും. അത് മാർക്കറ്റ് എക്കണോമിനെ കൂടുതൽ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു പോളിസി അപ്ഡേറ്റുകൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു മാർക്കറ്റിനെ നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകാനുള്ള പ്രധാന കാരണം. പിന്നീട് നോക്കുകയാണെങ്കിൽ SGX നിഫ്റ്റി രാവിലെ ഒരു 300 പോയിൻറ്റ്സിൻ്റെ അപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറുകളും ഓട്ടോ സെക്ടറും ആയിരുന്നു മാർക്കറ്റിനെ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പം RBI ഗവർണറിൻ്റെ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് കട്ട് ഒരു 4% നിന്ന് 3.75% കുറച്ചിരുന്നു. അതേ തുടർന്ന് അടുത്തത് നോക്കുകയാണെങ്കിൽ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്ക് വേണ്ടിയിട്ടൊരു റീഫിനാൻസിങ് ഫെസിലിറ്റി, നബാർഡ് പോലെയുള്ള കമ്പനികൾക്കായിട്ടൊരു റീഫിനാൻസിങ് ഫെസിലിറ്റി RBI ഗവർണർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ NBFC നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾക്കൊക്കെ ആയിട്ട് TLRO 2.0 എന്ന് പറഞ്ഞൊരു പദ്ധതി ഉടനെ ആരംഭിക്കും എന്നുള്ള ഒരു ന്യൂസും ഒരു അനൗൺസ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് ആയിട്ട് കുറച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾക്കൊക്കെ കൂടുതൽ വായ്പ നൽകുക, ബാങ്കൊക്കെ എക്സസ് ആയിട്ട് വരുന്ന പണം അവർ പാർക്ക് ചെയ്യുന്നതിന് പകരം കമ്പനികൾക്കും വ്യക്തികൾക്കൊക്കെ കൂടുതൽ വായ്പ നൽകുക, അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് കൂടുതൽ ലിക്വിഡിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് കൊണ്ടുവന്ന ഓരോ പോളിസികൾ കൊണ്ടും ഗവർണർ ഉദ്ദേശിച്ചത്. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അതായത് റെക്കോർഡ് ലോയിൽ പോയിരുന്നു. അതിൽ നിന്നും രൂപയുടെ മൂല്യം കുറച്ച് ഉയർന്നിട്ടുണ്ടായിരുന്നു. ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് രൂപയുടെ മൂല്യം കുറച്ച് ഉയർന്നു. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പം നമ്മൾ ആ ഒരു നിഫ്റ്റിയുടെ ഇന്നലത്തെ ആ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ RBI ഗവർണറിൻ്റെ ആ ഒരു പ്രസ് മീറ്റ് വരുന്നു എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കൊടുത്ത സമയവും RBI ഗവർണറിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ സമയവും നോക്കുകയാണെങ്കിൽ ആ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് ആ ഒരു അനൗൺസ്മെൻറ്റിനോട് അത്ര പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്ന് വേണം കാണാനായിട്ട്. കാരണം ആ ഒരു അനൗൺസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും മാർക്കറ്റ് വലിയൊരു പോസിറ്റീവിലോട്ട് പോയില്ല, ഒരു സൈഡ് വേ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഒരു യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയതിനെ തുടർന്ന് അതിൻ്റെ ഒരു പിൻബലത്തിൽ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ആവുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു RBI ഗവർണറിൻ്റെ അപ്ഡേറ്റ്സിനെ എങ്ങനെ എടുത്തു, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് കറക്റ്റ് നല്ലൊരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഇപ്പോഴും മാർക്കറ്റ് അതിനോട് നല്ല രീതിയിലൊരു റെസ്പോണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇന്നലത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിലാണ് അവസാനിച്ചത്. ഒരു 3% അടുത്ത് അപ്പാണ് എല്ലാ മാർക്കറ്റിലും കണ്ടത്. അതുപോലെ തന്നെ US മാർക്കറ്റ് നോക്കുകയാണെങ്കിലും പോസിറ്റീവിലാണ് എൻഡ് ആയത്. ഇതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിലിയാഡ് സയൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി കണ്ടുപിടിച്ച വാക്സിൻ, അവരുടെ ഒരു വാക്സിൻ കൊറോണയ്ക്കായിട്ട് നല്ല എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, രോഗികളൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റൊക്കെ നല്ല പോസിറ്റീവിലാണ് ആരംഭിച്ചത് തന്നെ. 3% പോസിറ്റീവിലാണ് യൂറോപ്യൻ മാർക്കറ്റ് ആരംഭിച്ചത് തന്നെ. പക്ഷേ നമ്മൾ SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പം 27 പോയിൻറ്റ്സ് ഡൗണിലാണ് നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 1500 രൂപ ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ രൂപയുടെ മൂല്യം ഇന്നലത്തെ ഒരു RBI ഗവർണറിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ 47 പൈസ രൂപയുടെ മൂല്യം വർദ്ധിച്ചു ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് FII മാർക്കറ്റിൽ നിന്നും നെറ്റ് വിത്ഡ്രോവലാണ് കാണുന്നത്. അതും 16-ാം തീയതി നോക്കുകയാണെങ്കിൽ 2900 കോടിയാണ് പിൻവലിച്ചിരിക്കുന്നത്. ഇന്നലെ നോക്കുകയാണെങ്കിൽ 1390 കോടി മാർക്കറ്റിൽ നിന്ന് എടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതുവരെ ഈ മാസം ഏപ്രിൽ മാസം നോക്കുകയാണെങ്കിൽ ഇതുവരെ 2850 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് FII കാണിച്ചിരിക്കുന്നത്. DII നോക്കുകയാണെങ്കിൽ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ വരെയുള്ള ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ 2364 കോടി നെറ്റ് വിത്ഡ്രോവലാണ് DIIയിലും കാണുന്നത്. ഇനി നമ്മൾ ഈ ഒരു മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലത്തെ ആ ഒരു ഇതിന് നമ്മളൊരു ഡേ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോം ചെയ്തൊരു പാറ്റേൺ, അത് ഇന്നലത്തെ എല്ലാ മാർക്കറ്റ് ന്യൂസിലും നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും നടന്നൊരു ഡിസ്കഷൻ ഇത് തന്നെയാണ്. കാരണം ഇന്നലെ ഫോം ചെയ്തൊരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ ആണ്
നമ്മൾ കാണുന്നത്. ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ആണെങ്കിൽ അതിന് ശേഷം ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള വാർണിംഗ് തരുന്നതാണ് ഈ ഒരു ഹാങ്ങിങ് മാൻ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു മാർക്കറ്റിൻ്റെ റിവേഴ്സലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വാർണിംഗ് മാത്രമാണ്. ഇതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത ദിവസം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഇതിനിപ്പം ഈ ഒരു 9320 അതിനെ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഈ ഒരു ഹാങ്ങിങ് മാൻ ആ ഒരു റിവേഴ്സൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതിനെ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിൽ എൻഡ് ആവുകയാണെങ്കിൽ ഈ ഒരു ഹാങ്ങിങ് മാൻ സിമ്പിൾ കൊണ്ട് വലിയൊരു അർത്ഥം ഉണ്ടാവുന്നില്ല. അതല്ല, മാർക്കറ്റ് കട്ട് ചെയ്തില്ല, ഇതിനെ മാർക്കറ്റ് ഡൗൺ ആയി 9090 ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് അതിനെ ആ ഒരു പ്രൈസിനെ കട്ട് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവൽ, ഇമീഡിയറ്റ് സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 8820 ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ആ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതകളാണ് ഈ ഒരു സിമ്പിളുകൾ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഈ ഒരു പ്രൈസ് റേഞ്ചിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടോ, 9320 കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി എൻഡ് ചെയ്യുന്നോ, അതോ 9090 അതിനെ കട്ട് ചെയ്ത് താഴേക്ക് വരികയാണോ, താഴേക്ക് എൻഡാവുകയാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക. താഴേക്ക് എൻഡായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 8820 വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ പ്രധാന അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാഷ് വീണ്ടും നിഫ്റ്റിയുടെ ആ ഒരു നിഫ്റ്റിനെ വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അവർ ഇതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ജൂൺ 2021 ആകുമ്പോഴത്തേക്കും 10800 വരെ പോകുമെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വീണ്ടും അത് ഡൗൺഗ്രേഡ് ചെയ്ത് ഇപ്പം 9600 കൊണ്ടുവന്നു. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു റിക്കവറി ഭയങ്കര ഡിലേ ആകാനുള്ള സാധ്യതകളുണ്ട് എന്നൊരു നിഗമനത്തിലാണ് അവർ ആ ഒരു നിഫ്റ്റിനെ വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്തത്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ S&P അവർ വീണ്ടും ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഫിനാൻഷ്യൽ ഇയർ 21 GDPനെ 1.8% കട്ട് ചെയ്തു. പക്ഷേ ഫിനാൻഷ്യൽ ഇയർ 22 ആകുമ്പോഴത്തേക്കും അത് 7.5% എത്തും എന്നുള്ളൊരു ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ IMFൻ്റെ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വർഷം 1.9 ആണ്, അടുത്ത വർഷത്തേക്ക് ആകുമ്പോഴത്തേക്ക് അതൊരു 7.9 ആ ഒരു 7.6 ആ ഒരു റേഞ്ചിലേക്ക് വരും എന്ന് IMFും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ടും ഇന്ന് HDFC അവരുടെ മാർച്ച് ക്വാർട്ടറിലെ ഏണിങ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 18% ഇൻക്രീസ് ചെയ്തു, 6928 crores. അതുപോലെ തന്നെ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് HDFCയുടെ ബോർഡ് മീറ്റിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ HDFC നോക്കുവാണെങ്കിൽ നല്ലൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ അതിനകത്ത് വന്ന ഏണിംഗ് അവരുടെ ആ ഒരു അനൗൺസ്മെൻറ്റുകൾ നോക്കുവാണെങ്കിൽ അവരുടെ നെറ്റ് NPAയിലും വളരെ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 5% കുറവുകൾ NPAയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക്. അതുപോലെ തന്നെ കുറേ കമ്പനികൾ ഇപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് HDFC. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ TCSൻ്റെ ഷെയർസ് ഇന്നലെ 7% ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർക്കൊരു നെറ്റ് പ്രോഫിറ്റ് ആണ് എന്നുള്ളൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് TCSൻ്റെ ഷെയർസ് ഇന്നലെ 7% ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രണ്ട് സ്റ്റോക്കുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ L&Tയുടെ ബിൽഡിംഗ് ആൻഡ് ഫാക്ടറി ബിസിനസ് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രസ്റ്റീജിയസ് ക്ലയൻറ്റിൻ്റെ അടുത്ത് അവർ ഓർഡേഴ്സ് വീണ്ടും അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്റ്റോക്കിനെ വീണ്ടും നിങ്ങളൊന്ന് നോക്കുക. ഈ ഒരു ന്യൂസ് എന്തായാലും അവർക്ക് വേണ്ടി ഒരു പോസിറ്റീവായിട്ട് വരുന്ന ന്യൂസാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ. ഇനി നമ്മൾ ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നമ്മുടെ ഒരു നിഫ്റ്റീനെ നോക്കുകയാണെങ്കിൽ അപ്പം മാർക്കറ്റ് ഇപ്പോൾ 9200 ആ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു സ്റ്റിമുലസ് പാക്കേജാണ്. അപ്പോൾ ആ ഒരു ന്യൂസിലാണ് ഇനിയിപ്പോൾ മാർക്കറ്റ് ഏറെ പ്രതീക്ഷ കൈവച്ചിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ മാർക്കറ്റിനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ FIIൻ്റെ ആക്ടിവിറ്റിയൊക്കെ കൊണ്ട് മാർക്കറ്റിലൊരു ഡിസ്കൗണ്ട് ഇനിയും വരാൻ സാധ്യതകളുണ്ട്. സ്റ്റോക്കിൻ്റെ പ്രൈസിലൊക്കെ ഒരു ഡിസ്കൗണ്ട് വരാൻ ഇനിയും ചാൻസുകളുണ്ട്. കാരണം ഇന്നലെ FIIൻ്റെ നെറ്റ് വിത്ഡ്രോവലൊക്കെ വന്നതിന് ശേഷവും മാർക്കറ്റ് അതിനോട് പ്രതികരിച്ചിട്ടില്ല അധികം. കാരണം RBI ഗവർണറിൻ്റെ പോളിസി മീറ്റിംഗ് ഒക്കെ വന്നതുകൊണ്ട്. അപ്പം ഇനിയും ഇങ്ങനത്തെ ഒരു നെറ്റ് വിത്ഡ്രോവലൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ എന്തായാലും സ്റ്റോക്കുകളിൽ വീണ്ടും ഒരു ഡിസ്കൗണ്ട് കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇനിയൊരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റ് ചിലപ്പോൾ ഒരു കുറച്ചും കൂടെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. മേ ബി ഒരു 9500 9600 ആ റേഞ്ച് വരെ മാർക്കറ്റ് പോയേക്കാം. പക്ഷേ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ
തിരിച്ചും മാർക്കറ്റ് റിവേഴ്സലിനുള്ള ഒരു സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഏപ്രിൽ എൻഡാകാൻ പോകുന്നു. മെയ്യിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ക്വാർട്ടർലി ഏർണിങ്സ് റിലീസിൻ്റെയൊക്കെ സമയമായി. അപ്പോൾ എന്തായാലും മാർച്ച് വരെയുള്ള ക്വാർട്ടറിൽ വലിയൊരു എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതകളില്ല. കാരണം നമ്മുടെ മാർച്ച് എൻഡോടെയാണ് ലോക്ക്ഡൗൺ ഒക്കെ വന്നത്. പക്ഷേ നമ്മുടെ ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടർ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ ബാങ്കിങ് സെക്ടറുകൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കിയേക്കാം. കാരണം അവരുടെ ആ ഒരു NPA അതൊന്നും അവരുടെ ഏർണിങ്സിൽ കാണിക്കേണ്ട എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട്, റെഗുലേഷൻ ഉള്ളത്, അവർക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ വലിയ കുറവുകൾ കണ്ടില്ലെങ്കിലും ബാക്കിയുള്ള സെക്ടറിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നല്ലൊരു അടി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരുപാട് പോസിറ്റീവിലേക്ക് പോകത്തില്ല. വീണ്ടും ഒരു ഡിസ്കൗണ്ടിനുള്ള ചാൻസുകൾ ഇനിയും മാർക്കറ്റിൽ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മാർക്കറ്റിനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഈ ഒരു ഹാങ്ങിങ് മാൻ സിമ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ മൺഡേ മാർക്കറ്റിനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. പിന്നെ വെറുതെ ഒരു അനാലിസിസിനായിട്ട് ഈ കാണുന്ന ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ RBI ഗവർണറിൻ്റെ കഴിഞ്ഞ പ്രസ് മീറ്റിംഗ്, അതായത് മാർച്ച് 27-ാം തീയതിയിലത്തെ പ്രസ് മീറ്റിങ്ങിൻ്റെ അന്നത്തെ മാർക്കറ്റാണ്. അന്നത്തെ ആ ഒരു മാർക്കറ്റ് നോക്കുവാണെങ്കിലും നമുക്ക് ഇന്നലത്തെ അതേ മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. കാരണം ആ രാവിലെ ഒരു മീറ്റിംഗ് വരുന്നു എന്നുള്ളൊരു ന്യൂസിനെ തുടർന്ന് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായി. അതിനുശേഷമുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ RBI ഗവർണറിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള മാർക്കറ്റ് നോക്കുവാണെങ്കിൽ സെയിം പാറ്റേണാണ് നമ്മൾ കാണുന്നത്. കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് വേണം കാണാനായിട്ട്. അന്നത്തെ ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രൈസും ഏകദേശം ഒരു 9,000 ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിന്നത്. ഇന്നും നോക്കുവാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇതിന് ശേഷവും മാർക്കറ്റ് ഇങ്ങനെ തന്നെ ആവണം എന്ന് നമുക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇനി വരുന്ന സാഹചര്യങ്ങൾ, ഇനി വരുന്ന ന്യൂസുകൾ, അതിനൊക്കെ ബേസ് ചെയ്ത് മാർക്കറ്റ് മാറാം. എങ്കിലും നമുക്കൊരു അനാലിസിസിനൊരു ഒരു ബേസിസ് ആയിട്ട്, ഒരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡേയിലെ മാർക്കറ്റും ഇതിന് ശേഷമുള്ള മാർക്കറ്റും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു ഡാറ്റ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. എന്തായാലും നമുക്ക് മാർക്കറ്റിൽ ഇനിയും ഒരു ഡിസ്കൗണ്ടിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്കറ്റിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നത് വരെ ഒരു സിപ്പായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അത് തുടരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾ മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.